ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിൽ ജയ്പൂരിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്, അതായത് SSLC 10th പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് ITI വേണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 10/1/2024 മുതൽ നിങ്ങൾക്ക് 10/2/2024 വരെയാണ്. അതോടൊപ്പം തന്നെ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 2/1/2024 ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്താൽ നമുക്ക് കാണാം. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. KSRTC സ്വിഫ്റ്റ് അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് HP-ൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഉണ്ട്. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ബോർഡ്, കേരളത്തിലെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ വിവിധ നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ നോക്കാനും അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇതിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം വിശദമായിട്ട് തരാം. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെയൊക്കെ ഗ്രൂപ്പ് ഡിയിലേക്കൊക്കെ ഒട്ടനവധി ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മീൻസ് അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഡേറ്റ് 2/1/2024. ഇവിടെ നോട്ടിഫിക്കേഷൻ അത് ഓൺലൈൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 2/1/2024. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആ ദിവസം തന്നെയാണ്. അത് 10/1/2024. നിങ്ങൾക്ക് 2024 ഫെബ്രുവരി 10 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, ആകെ മൊത്തം വേക്കൻസി വന്നിരിക്കുന്നത് 1646 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് യാതൊരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത് 50% മാർക്കോടുകൂടി. എത്രയാണ്? 50% മാർക്കോടുകൂടി നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ അതത് ട്രേഡുകൾ ITIയും പാസ്സായിരിക്കണം. ഓക്കെ, വെറും 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 50% മാർക്കോടുകൂടി 10ാം ക്ലാസ്സും 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ITI ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെയും ITIയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് കിട്ടിയായിരിക്കുക, 50 മാർക്ക് കിട്ടിയായിരിക്കുക, അല്ലെങ്കിൽ മീൻസ് 80% മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ ITIയിൽ നമുക്ക് ഒരു 75% മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ശരാശരി എടുത്ത് ഈ 2% ഒരു ശരാശരി എടുത്തിട്ടാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെ ട്രേഡാണ് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആദ്യം നോക്കാം. അവിടെ കാണാം, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക്കലിൽ തന്നെ പല അതിൻ്റെ ഓരോരോ സെക്ഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ DRM ഓഫീസ് അജ്മീറിലേക്കാണ്. അതിൽ നിങ്ങൾക്ക് കാണാം ITI പാസ്സായിരിക്കുക എന്നുള്ളത്. അതായത് ട്രേഡുകൾ നിങ്ങൾക്ക് കാണാം കാർപ്പൻറ്റർ, അങ്ങനെ പലതും ഒരുപാട് ട്രേഡുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ വെൽഡർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ വേക്കൻസി ഒക്കെ. അതായത് നിങ്ങൾക്ക് SC ST OBC ഒക്കെ ഉള്ള വേക്കൻസി കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് കാണാം, ഇലക്ട്രിക്കൽ TRD കാണാം, കാർപ്പൻറ്റർ എഞ്ചിനീയറിംഗ് കാണാം, ദെൻ നിങ്ങൾക്ക് പെയിൻറ്റർ, ദെൻ മെയ്സൺ, പൈപ്പ് ഫിറ്റർ, CNW, കാർപ്പൻറ്റർ, ഡീസൽ മെക്കാനിക്ക് തുടങ്ങിയിട്ട് ഒട്ടനവധി ട്രേഡുണ്ട്. അപ്പോൾ അതത് ട്രേഡുകൾ നിങ്ങൾ ITI പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 50% 10ാം ക്ലാസ്സിൽ മാർക്കും വേണം, ITIയും പാസ്സായിരിക്കണേ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ തന്നെ വിവിധ ഓഫീസുകളിൽ അല്ലെങ്കിൽ വിവിധ അതിൻ്റെ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനടുത്ത് ഫിറ്റർ, ഇതൊക്കെ റെപ്യൂട്ടേഷൻ വരുന്നത്. അതായത് വിവിധ ഓഫീസുകൾ മാറുമ്പോൾ അതിൽ സെയിം ട്രേഡുകൾ തന്നെ വിളിച്ചിട്ടുണ്ട്. വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കുന്നത്, അത് ട്രേഡിൽ ITI പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാൻ 424 ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് ജയ്പൂർ DRM ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം മെക്കാനിക്കൽ ഫിറ്റർ, അതുപോലെ തന്നെ SNT ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ദെൻ ഇലക്ട്രിക്കൽ ജനറൽ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ വേക്കൻസി 452 അതിൽ വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇലക്ട്രിക്കൽ TRD, പിന്നെ ഡീസൽ മെക്കാനിക്ക്, പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ AC അങ്ങനെ വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. പെയിൻറ്റർ, ഫിറ്റർ, വെൽഡർ. ഓക്കെ, ഇതിൻ്റെ വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ PDF-ൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇലക്ട്രീഷ്യൻ, DSL മെക്കാനിക്ക്, ഫിറ്റർ വെൽഡർ, ഇലക്ട്രീഷ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറയുന്ന BTC ലോക്കോ അജ്മീറിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വേക്കൻസി ഏറ്റവും കൂടുതൽ, നിങ്ങളുടെ ട്രേഡിൽ എവിടെയാണ് കൂടുതൽ വേക്കൻസി നോക്കുക, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ ഇതിൽ ഫിറ്റർ, കാർപ്പൻറ്റർ നിങ്ങൾക്കിവിടെ കാണാം, മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ട്, മെഷീനിസ്റ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസർവ്ഡ് വാക്കൻസി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി ഇടാന്നുള്ളതൊക്കെ നോക്കി അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ കാര്യം, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് പറയാമെന്ന് വെച്ചാൽ പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ റെയിൽവേയിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്താൽ നമുക്ക് എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ 20% ആളുകൾക്ക്, അതായത് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയിലൂടെ നിയമിക്കുന്ന ആ ഒരു പോസ്റ്റിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 1000 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 വേക്കൻസി ഉണ്ട് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാൻ, അതിൽ 20 വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ റെയിൽവേയിൽ ഡയറക്റ്റായിട്ട് അപ്രൻറ്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് ഒരു മുൻഗണന കൊടുക്കും, അവർക്കൊരു ഗ്രേസ് മാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഓൺലൈൻ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ടൊരു വെയിറ്റേജ് മാർക്ക്, നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു ഗ്രേസ് മാർക്കും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ റാങ്ക് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു മുൻഗണന നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ലെവൽ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്രൻറ്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിനാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസിയോ കാര്യങ്ങളോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ പലരും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഇപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് അല്ലേ, അത് അപ്രൻറ്റീസ്ഷിപ്പ് നമ്മുടെ തമ്പനയിൽ ഇട്ടാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഇടുന്നതിൽ ബുദ്ധിമുട്ടായിട്ടല്ല. അതെന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം ഇപ്പോൾ ഈ അപ്രൻറ്റീസ്ഷിപ്പ് എന്താണ്, ഈ പറയുന്ന നമ്മുടെ വീഡിയോസൊക്കെ എന്താണ്, കറക്റ്റ് തമ്പനയിലൊക്കെ കറക്റ്റായിട്ടുള്ള പോസിറ്റീവ് തമ്പനയിലൊക്കെ നമ്മൾ ഉണ്ടാക്കണം. നെഗറ്റീവ് ഉണ്ടാക്കി ഒരിക്കലും ഇത് ആരിലേക്ക് എത്തൂല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യും, വീഡിയോ ഡെഡ് ആവുന്നതാണ്. കാരണം പക്ഷേ ഈ അപ്രൻറ്റീസ്ഷിപ്പ് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളത് വാച്ച് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങളത് ഉപകരിക്കുക. ഒരിക്കലും നമ്മളെന്താണ് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലുള്ള വീഡിയോസോ അങ്ങനത്തെ വീഡിയോ ഒന്നല്ല, ജസ്റ്റ് കരിയറുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം, നിങ്ങൾ ടൈം വേസ്റ്റിംഗ് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും എത്ര നോട്ടിഫിക്കേഷൻ ഒരു ഇയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ലഭിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ ഷെയർ ചെയ്ത് അതിലൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും, പഠിച്ച് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അപ്രൻറ്റീസ്ഷിപ്പ് കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. വെറുതെ നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യല്ല. അത് മാത്രമല്ല, നമുക്ക് നിശ്ചിതമായ ഒരു ചെറിയ എമൗണ്ട് സ്റ്റൈപ്പൻഡ് ആയിരിക്കും. നമുക്ക് 7,000 അറൗണ്ട് നമുക്ക് 8,000 അതിൻ്റെ ഉള്ളിലുള്ളൊരു സ്റ്റൈപ്പൻഡാണ് നമുക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ സ്റ്റൈപ്പൻഡ് നമ്മൾ നോക്കി ഒരിക്കലും നമ്മൾ നിൽക്കരുത്. കാരണം ഇതിലേക്ക് യാതൊരു എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന SSLCയിലും നമ്മുടെ IT-യിലും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് നമുക്കുണ്ട്. അത് മാത്രമല്ല, അപ്രൻറ്റീസ്ഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ടും പരിഗണിക്കുന്നുണ്ട്. മറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്ടറിലേക്കൊക്കെ വിളിക്കുമ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അവിടെയും മുൻഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ ഒന്നും കൂടെ പറയാം. അതിൻ്റെ ഏജ് ലിമിറ്റ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്. 15 വയസ്സ് പൂർത്തിയായിരിക്കണം, 24 വയസ്സ് കഴിയാനും പാടില്ല. 10/2/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് 15 വയസ്സ് പൂർത്തിയായിരിക്കണം, 24 വയസ്സ് കഴിയാനും പാടില്ല. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ ഇതിന് എക്സ് സർവീസിന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. പിന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും, 50% മാർക്കോടുകൂടി, അത്രയേ ഉള്ളൂ. പ്ലസ് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന NCVT ഓർ SCVT ഇഷ്യൂ ചെയ്ത ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് പ്ലസ് IT ഉള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസ് ഉണ്ട്, ഒരു 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ SC/ST PWBD കാൻഡിഡേറ്റ്സ് അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീയും കൊടുക്കേണ്ട. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു ഫീയും കൊടുക്കേണ്ട. അതുപോലെ SC/STക്കും ഫീ കൊടുക്കേണ്ട, ദെൻ PWBD കാൻഡിഡേറ്റ്സിനും ഫീ കൊടുക്കേണ്ട. ബാക്കിയുള്ളവർക്കെല്ലാം മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ജനറൽ OBC AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 100 രൂപ ഫീ അടക്കണം എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ അടക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ കളർ ആയിരിക്കണം, പാസ്വേഡ് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, 20 KBയുടെയും 70 KBയുടെയും ആയിരിക്കണം ഫയൽ സൈസ്. സിഗ്നേച്ചർ ആണെങ്കിൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്കിംഗ് കൊണ്ട് നമ്മൾ സൈൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. 20 KBയുടെയും 30 KBയുടെയുള്ള ഫയൽ സൈസ് ആയിരിക്കണം. അപ്പം ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഏകദേശമൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പറൊക്കെ തരും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ കറക്റ്റായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് തരും. അതിന് നമുക്ക് നിശ്ചയമായ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ഈ പോലെ ഇതിൽ പറയുന്ന ഇതേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇട്ടോ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു എന്താണ് ഈ പറയുന്ന റിലാക്സേഷനും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് ആണെങ്കിലും ഈ നിങ്ങൾക്ക് പറയുന്ന മാർക്കിലാണെങ്കിലും കേട്ടോ, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലാണെങ്കിലും. അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് കേട്ടോ. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി. പിന്നെ OBC കാൻഡിഡേറ്റ്സ് ഇതും പാടെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് ഡിക്ലറേഷനാണ്, ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം.
ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും മാതൃക ഇതിലുണ്ട്. PWD കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയുണ്ട്, എല്ലാം അതിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് ജയ്പൂർ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാം. ഓൺലൈൻ ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനാണ് വന്നിരിക്കുന്ന പേജ് കറക്റ്റ് ആണെന്ന്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം റൈറ്റ് സൈഡ്. ഓക്കെ, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കാണാം. ഇവിടെ ലെഫ്റ്റിലുണ്ട്, നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ന്യൂ രജിസ്ട്രേഷൻ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്ലിക്കൻറ്റ് ലോഗിൻ എന്നുള്ള. ദെൻ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, ഇതൊക്കെ നമ്മളൊരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ട വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഇന്നലൊക്കെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം. ഇതിൽ നമ്മൾ ഏകദേശം 26 മിനിറ്റോളം വരുന്നുണ്ട്. അപ്പം നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അങ്ങനെ കുറേ ഒന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വീഡിയോസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒക്കെ 1.2, 2.5K ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, കാരണം സമയമുണ്ട്. നിങ്ങൾക്ക് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് എന്നുള്ളതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, ഇതിൽ ബാക്കി ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകും. അതിൽ നിങ്ങൾ ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ബോർഡ് ഓഫ് എക്സാം അതോറിറ്റി നിങ്ങൾക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കേരള എന്ന് കാണാം, അവിടെ കേരള ബോർഡ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇയർ ഓഫ് പാസിംഗ്, 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇന്ന് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.